ഹലോ. അപ്പോൾ ഇപ്പോൾ കാണുന്നത് എല്ലാവരും വലിയ ബാഗൊക്കെ തോളിലിട്ടുള്ള നിപ്പാണല്ലേ. അത് തന്നെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. എന്തായാലും പോകുമ്പോൾ നല്ല വലിയ ബാഗൊക്കെ ആയിട്ട് പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ അറിയാം എന്തൊക്കെ വാങ്ങുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി അങ്ങനെ ഒരുമിച്ച് എങ്ങോട്ടും പോവാത്തത്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങളൊരു പ്ലാൻ ഇടും, നമ്മൾ ഇതുവരെ പോവാത്ത മാർക്കറ്റിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഡൽഹിയിലുള്ള ലജ്പത് നഗറിലാട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ സൺഡേ മാർക്കറ്റിൽ പോകുന്നതും സരോജിനി മാർക്കറ്റിൽ പോകുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇതുപോലെ ലജ്പത് നഗർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ ഡൽഹിയിൽ ഏകദേശം എല്ലാ മാർക്കറ്റുകളും ഇപ്പം പൊതുവായിട്ട് കുറച്ച് സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇപ്പോൾ ചെരുപ്പുകൾ, ബാഗുകൾ, കമ്മലുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡൽഹിയിൽ ഏതൊരു മാർക്കറ്റ് ചെന്നാലും നമുക്ക് കിട്ടും. എന്നാലും ഡൽഹിയിലുള്ള ചില മാർക്കറ്റിൽ ചില സാധനങ്ങൾക്ക് നമുക്ക് കുറച്ചും കൂടി വില കുറച്ച് കിട്ടും. അതായത് ഇപ്പം ചെരുപ്പുകളൊക്കെ കൂടുതലായിട്ട് നല്ലത് വില കുറവിന് കിട്ടണമെങ്കിൽ നമ്മൾ കരോൾ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയാൽ അങ്ങനെ പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സരോജിനി മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടി വില കുറവ്, അവിടെ കുറച്ചും കൂടി നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത് ഡ്രസ്സുകൾക്കാട്ടോ. മറ്റുള്ള മാർക്കറ്റിനെക്കാട്ടും ഡ്രസ്സുകൾക്ക് കുറച്ചും കൂടി വില കുറവ് കിട്ടും. അങ്ങനെ ഡൽഹിയിൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ മാലകളും വളകളും അങ്ങനെ എന്ന് പറയുന്നത് ഏകദേശം എല്ലായിടത്തും പിന്നെ എല്ലാ മാർക്കറ്റിലും കാണും. ഈ ലക്കി ബാമ്പൂൻ്റെ ട്രീ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ സരോജിനി മാർക്കറ്റിൽ പോയാൽ അവിടെയുണ്ട്, സൺഡേ മാർക്കറ്റിൽ പോയാൽ അവിടെയുണ്ട് കേട്ടോ. അങ്ങനെയാണ് അത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ വന്നിക്കില്ല, അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ കണ്ടോ, ഇവിടെ മറ്റേ റോഡ് സൈഡിലൊക്കെ വച്ച് ഇവർ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വലിയ വലിയ കടകളുണ്ട് കേട്ടോ. അപ്പോൾ സരോജിനി മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റിനെക്കാൾ കുറച്ചും കൂടി ഒരു വില കൂടിയ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ കുറച്ചും കൂടി നല്ല സ്ഥലമാണ്, നമുക്ക് കുറച്ച് നീറ്റായിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ കടകളും കൂടുതലുണ്ട്. ഇവിടെ ഷോപ്പുകളാണ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് മുല്ലപ്പൂവൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ ഈ ഒരു മുല്ലപ്പൂവിൻ്റെ ഇതെന്ന് പറയുന്ന ഒരു ബണ്ണാണ്. അത് നമുക്ക് മുടിയിൽ കെട്ടിയാലും മുടിയൊക്കെ മൊത്തം ഇങ്ങനെ പറിച്ചെടുക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് മൊത്തം അതിലിങ്ങനെ കുടുങ്ങിക്കിടക്കും. അപ്പോൾ നമുക്കത് പറ്റുകയില്ല. അങ്ങനെ നമ്മൾ എവിടെ പോകുമ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പൂവുകളൊക്കെ കിട്ടുമെന്നൊക്കെ, പ്ലാസ്റ്റിക് പൂവല്ലേ കിട്ടും, അതൊക്കെ കിട്ടുമെന്നുള്ളതും കൂടി നോക്കുന്നുണ്ട്. പിന്നെയാണ് ഇതാണ് നമ്മളെവിടെ മുടി, അതായത് നമ്മളിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന മുടികൾ കുറേ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ വെറുതെ അതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം. കാരണം എനിക്കൊക്കെ 4, 3, 7 മുടിയുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ മുടിയൊക്കെ ഇങ്ങനെ വെച്ച്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ അത് വെച്ച് നോക്കിക്കേയുള്ളൂ, അത് വാങ്ങിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ എത്ര 500 രൂപയാണെന്ന് തോന്നുന്നു അവർ പറയുന്നത്. 500 രൂപ 400 രൂപ ആ ഒരു റേഞ്ചാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് അത്രയും ഹെവി ആയിട്ടുള്ളതൊന്നും വേണ്ട. കാരണം നമ്മളത് ശരിക്കും മനസ്സിലാവും അത് വെച്ച് കേട്ടാണല്ലോ. കാരണം നമുക്ക് പൊതുവേ മുടി കുറവാണല്ലോ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്തായാലും കമ്മൽ സെലക്ട് ചെയ്യാൻ വേണ്ടി, അപ്പോൾ കുറേ കമ്മലുകളുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും അങ്ങനെയുള്ള കമ്മലുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ ഇത്രയും ഹെവി ആയിട്ടുള്ള വളകൾ അല്ലെങ്കിൽ നെക്ലേസുകളൊന്നും നമ്മളത് ഇടുന്നില്ലല്ലോ. പക്ഷെ എന്താ കാണാൻ നല്ല അടിപൊളിയാട്ടോ. നമുക്കത് കാണാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അത് അവിടുത്തെ ആൾക്കാർ, അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അത്രയും ജ്വല്ലറി ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. നമ്മളത് ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിങ്ങ് വരും. അങ്ങനെ പിന്നെയുള്ളത് ബാഗുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. ബാഗുകൾ, ചെരുപ്പുകൾ, കമ്മലുകളൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മൾ എന്താ പറയുക 30 രൂപയ്ക്കും 50 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ ഈ കയറി പോകുന്നത് അവിടുത്തെ പാത്രങ്ങൾ ഉള്ള കടയിലേക്കാണ്. അവിടെ നമ്മൾ അങ്ങനെയാണല്ലോ ആദ്യം തന്നെ നോക്കുക. അങ്ങനെ അവിടെ കുറേയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് ഏകദേശം എല്ലായിടത്തുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടുന്ന് ഉള്ളതെന്ന് മനസ്സിലാക്കി. പിന്നെ അധിക സമയം ഇവിടെ നമ്മളൊന്നും എന്ത് ചെയ്തില്ല, ചുറ്റി കറങ്ങിയെന്നില്ല. അപ്പം പിന്നെ നമ്മൾ നോക്കിയപ്പം വേറൊരു പിന്നെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് കണ്ടു. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ പിന്നെ എന്താ, അവിടെ നിന്ന് നേരെ നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് വന്നു. അപ്പോൾ ഇവിടെയും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എന്തായാലും കുറേ നേരം അവിടെ പുറത്ത് നമുക്ക് നല്ല ചൂടായിരുന്നു. ഇതിൻ്റെ അകത്ത് AC ഉള്ള ഇവിടെ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറേയൊക്കെ ഒരു ആശ്വാസമായി. അങ്ങനെ കുറേ നേരം ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. നമ്മൾ പിന്നെ എന്താണ് മെയിനായിട്ട് ഇതൊക്കെ കാണുക എന്നതാണ്. കൂടുതൽ നമ്മൾ അങ്ങനെ പർച്ചേസ് ചെയ്യൽ കൂടുതൽ ഇല്ല കേട്ടോ. കാരണം ഒരുപാട് നമുക്ക് ഇതുപോലുള്ള ഷോപ്പുകൾ ഡൽഹിയിൽ ഒരുപാടുണ്ട്. നമ്മൾക്ക് വില കുറവിനുള്ളതും വില കൂടിയതായിട്ടുള്ള. അപ്പോൾ നമ്മളവനെ ഒരുപാട് അങ്ങനെ വാങ്ങിക്കൂട്ടില്ല. കാരണം നമുക്ക് ഇതൊക്കെ കുറച്ച് കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം വില കുറവിന് നമ്മൾ വാങ്ങുന്നത്, അപ്പോൾ അത്രേ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പാത്രങ്ങളും, അപ്പോൾ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ പോകുന്ന ഷോപ്പിലൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. പിന്നെ കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് ഈ പാത്രങ്ങളൊക്കെ, അടുക്കളയിലേക്കുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് വാങ്ങിയാൽ മതിയാവില്ലല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും,
വീണ്ടും അതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടും. ഇത് തന്നെ പരിപാടി. ഇറങ്ങി കേട്ടോ. ഇവിടെ ഇരുട്ടാകാൻ കുറേ വൈകുന്നുണ്ട് തന്നെ. നമ്മൾ 3:30-ക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ ഇനി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പം അവിടെ എന്താണ് ഫുഡ് ബസ് കാണുന്നുണ്ട്. അവിടെ ചെന്ന് എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി വില ചോദിച്ചതാണ്. 2 പേരെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ നിൽക്കുകയായിരുന്നു. അവരെന്തായാലും അതിൻ്റെ വില കേട്ട് ഞെട്ടി തിരിച്ച് ഓടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഭയങ്കര റേറ്റാണ് ഇപ്പോൾ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, വേറെ ഒരു ബേക്കറി കണ്ടു. അവിടെ എന്തെങ്കിലും കഴിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി കേട്ടോ. കുറേ നേരത്തെ ചർച്ചയും കാര്യങ്ങളൊക്കെ ശേഷം നമ്മൾ ഓരോന്ന് ഓർഡർ ചെയ്തു. പക്ഷേങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ വന്ന് പറയാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം അവിടെ ഇല്ല. അപ്പോൾ വീണ്ടും ഇനി നമ്മൾ വേറൊരു ഐറ്റം ഓർഡർ ചെയ്ത് അത്രയും സമയം ഇരിക്കാൻ നമുക്ക് സമയമില്ല. കാരണം അത്രയും ഓൾറെഡി സമയം ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കിട്ടുന്ന എന്താണ് ഗോൾഗപ്പ പാനിപൂരി അത് ഓർഡർ ചെയ്ത് നമ്മളെല്ലാവരോടും കൂടി കഴിച്ചു. പിന്നെ ചായ വേണ്ടവർക്ക് ചായയും കൂടിയും കഴിച്ചു. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയുള്ളത് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഊബർ വിളിച്ച് അത് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഊബർ കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഇവിടുന്ന് ഇറങ്ങി ഊബർ വിളിക്കുന്നുണ്ട്. ഊബർ വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് 1/4 മണിക്കൂർ തന്നെ നമുക്ക് ഊബർ കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ.